അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താ പറയുക, നിങ്ങൾക്ക് ഒരു കുട്ടി നേർച്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നേർച്ച വിശേഷമാണ്. എൻ്റെ വീടിൻ്റെ അവിടെ നേർച്ചയാണ്. ആ പേരും പറഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് എല്ലാം മുങ്ങാനുള്ള പരിപാടിയാണ്. അതിന് നമ്മുടെ ഇട്ടിരിക്കുന്ന ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. അതൊരു പർദ്ദയായിരുന്നു, ഒരു പർദ്ദ പോലത്തെ ഒരു സാധനമായിരുന്നു. അതിന് ഞാൻ സ്റ്റിച്ചൊക്കെ അഴിച്ചെടുത്ത് ഒരു ചുരിദാറിൻ്റെ ടോപ്പാക്കി കൺവേർട്ട് ചെയ്തതാണ് കേട്ടോ. എങ്ങനെയുണ്ട് എന്നുള്ളത് താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതേ രാവിലെ തന്നെ നമ്മളെല്ലാവരുടെ അടുത്തും പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന പോക്കിൽ അഭിനയ അജുവിനെ കണ്ടു കേട്ടോ. മദ്രസ വിട്ട് വരുമ്പോൾ അങ്ങനെ ഇതേ ഞങ്ങൾ ആടിപ്പാടി പോവാണ്. ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവിടെ നിന്ന് വരുമ്പോൾ എനിക്ക് സങ്കടമാണെന്ന് ഹർഷക്ക് എപ്പോഴും പറയാറുണ്ട്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആവുന്നതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതേ നമ്മൾ പോണ പോക്കിൽ നമ്മൾ പനി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെത്തി ആദ്യം തന്നെ നമ്മൾ അറ്റാക്കാണ്. ഇന്നലെ ഷാക്കറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ കേക്ക് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉമ്മ കാത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെന്ന വാടക ചെയ്യാനും ഇതും കൂടെ അതിനൊരു തീരുമാനമാക്കി. ഓല് മാത്രമല്ല ഞാനും ഉണ്ടായിരുന്നു. എന്നെ പോലും പറയും ഉമ്മച്ചി തിന്നില്ലേ, പിന്നെ എന്താ ഞങ്ങളെ മാത്രം പറയണമെന്ന് പറയും. മെയിനായിട്ട് ഞാനാണ് തോനെ തിന്നത്. ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഹൈസ് ചാടുന്നുണ്ടെങ്കിലും ഒരു പീസ് പോലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ആസ് യൂഷ്വൽ നമ്മുടെ ഉമ്മാൻ്റെ ചിക്കൻ ബിരിയാണിയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മ ഇന്ന് ചെറിയ ചട്ടിയൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. സോ കുറച്ച് ബിരിയാണി ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പം ഷാക്കറൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ റെഡിയായി ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. കാടമുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു. അത് എന്തുണ്ടായിരുന്നാവോ. നേർച്ച കാണാൻ വേണ്ടിയിട്ട് അനുവും ഫാസിലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓല് ഈ ഒരു പോണ പോക്കിൽ വീട്ടിൽ കയറി ഒലിക്കാൻ കുറച്ച് വെള്ളമൊക്കെ കലക്കി കൊടുത്തു. അതാണിപ്പോൾ നമ്മൾ കണ്ടത്. പിന്നെ ഈ ഒരു സമയത്താണല്ലോ ഈ നേർച്ചയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. കൊട്ട് പട്ട് മേളം ചെണ്ട അങ്ങനത്തെ മേളം ചെണ്ടയെന്നില്ല, ഞാൻ ഒരു ഫ്ലോയിൽ പറഞ്ഞാണ്. ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നേർച്ച പറഞ്ഞാൽ അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴൊന്നും നേർച്ചയ്ക്ക് വരാറില്ല കേട്ടോ. അപ്പം നിലക്കൊക്കെ ഇങ്ങനെ വരും. അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ തന്നെ ഇതേനെ പോണ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ നേരമായിട്ടോ ഈ ലിയമോളിസും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണു. അങ്ങനെ ദൂരത്തു നിന്ന് കൊട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് നിന്ന് ചാടി കളിക്കുന്നുണ്ട്. ലിയമോൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചാടി റോട്ടിക്ക് എത്തുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. സയാനും കുട്ടീനെ എടുത്തിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി കാത്തിരിപ്പിന് ശേഷം ഫസ്റ്റ് ടീം എത്തിയിട്ടുണ്ട്. ഒരാന ഉണ്ടായിരുന്നു. ആന എപ്പോഴും അടുത്തെത്തുമ്പോൾ ഒരു പേടിയാണ് കേട്ടോ. അതങ്ങനെ ഇങ്ങോട്ട് തിരിയുമോ എന്നുള്ളൊരു പേടിയാണ് എനിക്ക്. തിരിഞ്ഞു കഴിഞ്ഞാൽ ഓടാനുള്ള വഴിയടക്കം ഞാൻ എൻ്റെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അത്രയ്ക്കും ഷാർപ്പ് മൈൻഡാണ് എൻ്റെ. കാരണം ഭയങ്കര പേടിയാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു. ഇവർക്ക് ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ എന്താ ഡാൻസൊക്കെ ഉണ്ടാവും, ദഫ് അർബന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അതെല്ലാം കണ്ടിട്ടുള്ളൊരു, പിന്നെ നമ്മുടെ എല്ലാ നേർച്ചക്കുള്ള പോലെ കുറച്ച് എന്താ കുട്ടികൾക്ക് കളിക്കുന്നത് കഴിക്കുന്നത് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ ഈ ഒരു സംഭവം പോകുന്നത് മാത്രമേ കാണുള്ളൂ. ബാക്കിയുള്ള ഐറ്റംസിനൊക്കെ നമുക്ക് അങ്ങോട്ട് പോകണം കേട്ടോ. അവരെ പിന്നാലെ നടന്നു പോയാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ഇതിങ്ങനെ കാണും. പിന്നെ ഇപ്പോൾ ഷാക്കിറോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോയാലാണ് പതിവ്. അപ്പോൾ അർഷാക്കും എത്തിയിട്ടുണ്ട് കേട്ടോ. അർഷാക്കിൻ്റെ കൂടെ പോകാമെന്നുള്ളൊരു മൈൻഡാണ്. കാരണം ഇപ്പം ഷാക്കിറൊന്നും ഇല്ല, ഷാക്കിറിൻ്റെ പ്രോഗ്രാം ഉണ്ട്, ഇപ്പോൾ നാട്ടിലില്ല. സോ നമ്മൾ അർഷാക്കുവിനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മളുടെ നേർച്ച കാണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. ഈ ആനക്കാണെങ്കിൽ തീരെ സ്പീഡില്ല കേട്ടോ. അതിങ്ങനെ മെല്ലെയാണ് പോണത്. അതിന് പോയിട്ട് വേണം ഞങ്ങൾക്ക് പിന്നാലെ പോകാനെന്ന് എഴുതിയിട്ടാണ്. അങ്ങനെ ആനയൊക്കെ പോയിട്ട് ഞാനും എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന പോക്കിൽ നമ്മൾ പരിചയമുള്ളവരെയും പരിചയമില്ലാത്തവരെയും പിന്നെ കുറേ പോലീസും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ എന്താ മിഠായിയപ്പം പൊരി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. പക്ഷേ ഈ സാധനങ്ങളോടൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ തട്ടുകട സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ബലൂണ് അത് ഇത് ഭയങ്കര വിലയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇസുവിൻ്റെ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചൂണ്ടുന്നുണ്ടവൻ. ഐസ്ക്രീമിൻ്റെ ഒരു വണ്ടി കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചൂണ്ടൽ കേട്ടോ. അതിന് നമ്മളെല്ലാം കണ്ട് ആസ്വദിച്ച് ഒരൊറ്റ സാധനം പോലും വാങ്ങാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റിട്ടേൺ വരുമ്പോഴേ വാങ്ങിത്തരുള്ളൂ എന്ന് ഹർഷൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കൈ വിട്ട് പോകാനുള്ള എല്ലാ ശ്രമവും ഇത് നടത്തിയെങ്കിലും ഓനെ ഞാൻ കൈ വിട്ടില്ല. വിട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല കേട്ടോ. അങ്ങനെ പോണ പോക്കിൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റ് സെറ്റപ്പും നല്ലൊരു ഭയങ്കര തിക്കും തിരക്കൊക്കെ ആയിരുന്നു. ആ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ കുത്തി തിരക്കിയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പം നമ്മൾ മാക്സിമം അവരുടെ കൈ വിടാതിരിക്കാൻ നോക്കാം. പിന്നെ ആ സൈഡിൽ ഈ സാധനം ഞാൻ പണ്ട് ചെറിയ കുട്ടിയാകുമ്പോൾ കുറേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ കാറ്റത്ത് വിടുമ്പോൾ ഇങ്ങനെ കറങ്ങുമല്ലോ. അങ്ങനെ നടന്ന് ഒരു പരുവായിട്ടുണ്ടായിരുന്നു. പുതിയ ചെരുപ്പായതുകൊണ്ട് കാലിൻ്റെ വിരലിനൊക്കെ ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആരുടെയൊക്കെ ചവിട്ടും കുത്തൊക്കെ ചവിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരക്കൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ വീണ്ടും ആന, ഒരു 2-3 ആനയൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അത് നീ കണ്ട ആന തന്നെയാണോ പിന്നെയും കാണുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ലാസ്റ്റ് ഇസുവിൻ്റെ ക്ഷമ നശിച്ചപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു. അത് കഴിഞ്ഞിട്ട് തീയും പോകയിട്ട് കുറേ ടീംസ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, വേറെ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. പിന്നെ ഇന്നലെ ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ നമ്മൾ റിഷാദ് ബാസിത്ത് അൻഷാദ് ആ ടീംസിനെ കണ്ടു. ഇവരുടെ കൂട്ടത്തിലുള്ളതാണ് ഷാക്കിർ. ഷോൻക്ക് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഓനെ മിസ്സായിട്ടെന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലോട്ട് ആന വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അമ്മ ആന
ആനക്ക് മതളകിയിട്ട് കയറിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാനൊക്കെ പേടിച്ചു. പക്ഷേ ഈ കാര്യങ്ങൾ ഫുൾ അറിയാതെയാണ് ഉമ്മ ആ ഒരു കാര്യം പറഞ്ഞത്. പിന്നെയാണ് വെള്ളം കുടിക്കാൻ കയറിയതാണെന്നൊക്കെ മനസ്സിലായത് കേട്ടോ. സത്യം പറഞ്ഞ് ഞങ്ങളെ പള്ളേക്കൊന്ന് കാളി ആകെ പേടിച്ചു. കുട്ടികളൊക്കെ എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കിട്ടോ. പക്ഷേ പിന്നെ അത് മൈൻഡ് ഓക്കെ ആയി. അങ്ങനെ അതും പറഞ്ഞ് കുറേ ചിരിച്ചു. ലാസ്റ്റ് പോയത് 12 മണിക്കാണ് കേട്ടോ. അതോടുകൂടി അന്നത്തെ നേർച്ച കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. നേർച്ചയ്ക്ക് പോയിട്ട് മഞ്ഞും തണുപ്പൊക്കെ കൊണ്ടിട്ട് ചുമ കാര്യങ്ങളൊക്കെ, പിന്നെ കൊതുക് കടിച്ചിട്ട് ചില പ്രശ്നങ്ങളൊക്കെ, അങ്ങനെ കുട്ടികളെ കൊണ്ട് ഞാനും ഉമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. ഞാനും ഉമ്മയും ഹൈസും ഇസും ലിയമോളുമാണ്. അങ്ങനെ അവിടുന്ന് ഡോക്ടറൊക്കെ കണ്ട് മരുന്നൊക്കെ വാങ്ങി രണ്ടാക്കും ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് ആടിപ്പാടി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇതൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ, വലിയ സംഭവമായിട്ടൊന്നുമില്ല. എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ വേറെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. പോകുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്കായിരുന്നു. എന്തിൻ്റെയോ ഒരു ജാഥ, എന്തിൻ്റെ ആയിരുന്നത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തിൻ്റെ ഒരു ജാഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ടിട്ട് അങ്ങനെ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ ടാറ്റ ബൈ ബൈ.